രാജീവ് പരമേശ്വരൻ എന്ന പേരിനേക്കാൾ സാന്ത്വനത്തിലെ ബാലേട്ടൻ എന്ന പേരാണ് ഇന്ന് മലയാളികൾക്ക് മുഴുവൻ ഈ നടനെ വിളിക്കുവാൻ ഇഷ്ടം. കഴിഞ്ഞ 26 വർഷമായി സിനിമാ സീരിയൽ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന രാജീവ് ഇപ്പോഴിതാ ഒരു പുതിയ വീട് പണി കഴിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോയും വിശേഷങ്ങളുമാണ് ആരാധകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഭാര്യയും ഒരു മകളും മകനും അടങ്ങുന്നതാണ് രാജീവിൻ്റെ കുടുംബം. തൃശ്ശൂരുകാരനായ നടൻ തൻ്റെ ജന്മനാട്ടിൽ തന്നെയാണ് ഈ സ്വപ്നസുന്ദരമായ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. വിശാലമായ പറമ്പിൽ 2 നിലകളിലായി ഒരുക്കിയിട്ടുള്ള വീട് വർഷങ്ങൾക്ക് മുന്നേ നടൻ പണി കഴിപ്പിച്ചതാണെന്നാണ് വീടിൻ്റെ സ്ട്രക്ചറിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ശേഷം ഇപ്പോഴത് റെനോവേറ്റ് ചെയ്ത് പുതിയ ശൈലിയിലേക്ക് മാറ്റിയെടുത്തപ്പോൾ ഒരു അത്യാഡംബര ലുക്ക് തന്നെയാണ് വീടിന് കൈവന്നിട്ടുള്ളത്. ജാളികളും ഗ്ലാസുകളും എല്ലാം വെച്ച് സൂര്യപ്രകാശം യഥേഷ്ടം കടന്നുവരുന്ന തരത്തിൽ അതിമനോഹരമായി തന്നെയാണ് വീട് ഡിസൈൻ ചെയ്തതും ഒരുക്കിയെടുത്തതും. അതേസമയം രാജീവിന്റെ കരിയറിൽ എക്കാലത്തെയും ഹിറ്റ് സീരിയൽ സമ്മാനിച്ച സാന്ത്വനം എന്ന പരമ്പരയുടെ പേര് തന്നെയാണ് ഈ വീടിനും രാജീവ് നൽകിയിട്ടുള്ളത് എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു വിശേഷം. വിശാലമായ മുറ്റവും അതിനൂതന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള വീടുമെല്ലാം കാഴ്ചക്കാരെ ആകർഷിക്കുന്നതാണ്. പൂജാമുറിയും ഹോം തിയേറ്ററും ഒക്കെയായി എല്ലാ സൗകര്യങ്ങളും ഈ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഭാര്യ ദീപയ്ക്കും മക്കളായ ശിവന്യയ്ക്കും അഥർവിനും ഒപ്പമാണ് രാജീവ് ഈ സാന്ത്വനം വീട്ടിലെ ജീവിതം സന്തോഷകരമാക്കുവാൻ പോകുന്നത്. മുംബൈയിൽ ഒരു മാർക്കറ്റിംഗ് ജോലി ചെയ്യുന്നതിനിടെയാണ് രാജീവ് മോഡലിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതും നടൻ മാധവനൊപ്പം പരസ്യചിത്രത്തിൽ അഭിനയിച്ചതും. പിന്നീട് ദുബായിലേക്ക് പോയി. അവിടെ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറിയ രാജീവ് ദുബായിൽ നിന്നും വിസ ചേഞ്ച് ചെയ്യുവാൻ നാട്ടിലെത്തിയപ്പോഴാണ് സ്വയംവരപ്പന്തൽ എന്ന സിനിമയിൽ അഭിനയിക്കുന്നത്. 2000-ലായിരുന്നു സ്വയംവരപ്പന്തൽ റിലീസാകുന്നത്. പിന്നീട് ഈസ്റ്റ് കോസ്റ്റിൻ്റെ നിനക്കായി എന്ന ആൽബത്തിൽ ഒന്നിനുമല്ലാതെ എന്ന ഗാനത്തിൽ അഭിനയിച്ചതോടെ രാജീവിൻ്റെ കരിയർ തന്നെ മാറിമറിഞ്ഞു. പ്രേയസി എന്ന സീരിയലായിരുന്നു ആദ്യത്തേത്. മരുഭൂമിയിലെ പൂക്കാലം, ഊമക്കുയിൽ, ഓമനത്തിങ്കൾ പക്ഷി, കാവ്യാഞ്ജലി, എൻ്റെ മാനസപുത്രി, വാനമ്പാടി, സാന്ത്വനം എന്നിവയുൾപ്പെടെ അഭിനയിച്ച പരമ്പരകളിലെല്ലാം രാജീവിൻ്റെ കഥാപാത്രത്തെ ആരാധക മനസ്സുകളിൽ അടയാളപ്പെടുത്തിയിരുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധ നേടിയത് സാന്ത്വനത്തിലെ ബാലേട്ടൻ തന്നെയാണ്. 2010-ൽ ദിലീപ് നായകനായ പാപ്പി അപ്പച്ച എന്ന സിനിമയിൽ വില്ലനായും അഭിനയിച്ചു. 10-ലധികം സിനിമകളിലാണ് അഭിനയിച്ചിട്ടുള്ളത്. ഇപ്പോൾ സീരിയലുകളിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. മലയാളം കൂടാതെ തമിഴ് സീരിയലുകളിലും അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്. തൃശൂർ കയ്പമംഗലത്ത് പരമേശ്വരൻ്റെയും സതീദേവിയുടെയും മകനായി ജനിച്ച നടൻ്റെ അച്ഛൻ പരമേശ്വരൻ കെൽട്രോണിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അമ്മ സതീദേവി ടീച്ചറുമായിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.